ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇപ്പോൾ സന്നിധാനത്ത് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സ്ട്രോങ് റൂമിലാണ് പരിശോധന. നാളെ ദ്വാരപാലക പാളികളും പരിശോധിക്കും. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, നിർണായകമായ പരിശോധനയാണ് നടക്കുന്നത്. ഇതിൽ മോഷണം പോയ അല്ലെങ്കിൽ കൊള്ളയടിച്ച സ്വർണം അതെവിടെ എന്ന് കണ്ടെത്തുക, അതിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ നടത്തുന്ന പരിശോധനകൾ എത്രത്തോളം നിർണായകമായിരിക്കും? വിനീത, വളരെ നിർണായകമായിട്ടുള്ള പരിശോധന തന്നെ പറയാം. സന്നിധാനത്ത് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. സ്ട്രോങ് റൂമായിരിക്കും ആദ്യം പരിശോധിക്കുക. രജിസ്റ്ററിലുള്ള വസ്തുവകകൾ അത് സ്ട്രോങ് റൂമിലുണ്ടോ എന്ന് ഒരു താരതമ്യം അതായിരിക്കും അദ്ദേഹം ആദ്യം ചെയ്യുക. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അത് നാളെയായിരിക്കും പരിശോധിക്കുക. അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. 2 ദിവസങ്ങളിലെ പരിശോധന അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മറ്റന്നാൾ ഒരുപക്ഷെ ആറന്മുളയിലെ സ്ട്രോങ് റൂം കെ ടി ശങ്കരൻ പരിശോധിച്ചേക്കും. കാരണം ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുവകകൾ അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ്. അവിടുത്തെ പരിശോധനയും ഏറെ നിർണായകമാണ്. ഇന്നിപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടുകൂടി തന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തെത്തുകയും അവിടെ സ്ട്രോങ് റൂമിലെ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ അത് എന്തൊക്കെയാണെന്നായിരിക്കും ആദ്യം പരിശോധിക്കുക. ആ വസ്തുക്കൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടോ, സാന്നിധ്യം സ്ട്രോങ് റൂമിലുണ്ടോ എന്നതായിരിക്കും ഏറ്റവും നിർണായകമായിരിക്കുക. ഏതായാലും ഇന്ന് സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പരിശോധന അവസാനിപ്പിക്കും. അതിനുശേഷം നാളെ വീണ്ടും സന്നിധാനത്ത് പരിശോധന ഉണ്ടായിരിക്കും. വിനീത, പ്രവീൺ, ഇതിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അദ്ദേഹം എന്നുള്ള ഒരു വാർത്തയുണ്ടായിരുന്നല്ലോ, അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മൊഴിയെടുപ്പുകൾ അല്ലെങ്കിൽ വ്യക്തത തേടൽ ഒക്കെ ഉണ്ടാകുമോ ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ ഭാഗത്തു നിന്ന്? വിനീത, അല്പസമയം മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസ് സംബന്ധിച്ച ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അദ്ദേഹം അതിന് മറുപടി നൽകിയത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. കോടതിയുടെ നിരീക്ഷണത്തിൽ ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിലുള്ള തെളിവെടുപ്പും ഒപ്പം തന്നെ SITയുടെ അന്വേഷണമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങളിലേക്കോ മറുപടിയിലേക്കോ പോകാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ഏതായാലും നമുക്കറിയാം, സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തങ്ങളുടെ കൈവശമെത്തിയത് വെറും ചെമ്പുപാളി എന്നുള്ളതായിരുന്നു. അതിനുശേഷം ആണ് അവർ ഈ നിലപാട് മാറ്റിയിരിക്കുന്നത്. അതായത് പിന്നീടുള്ള അന്വേഷണത്തിൽ, ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഈ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ ആ ഒരു പാളി അവിടെ എത്തിയിരുന്നു. അതിൽ സ്വർണം ഉണ്ടായിരുന്നു. ആ സ്വർണം മാറ്റിയതിനു ശേഷം അത് പ്ലേറ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിഭിന്നമായിട്ടുള്ള 2 അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ 2 പ്രസ്താവനകളാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ദുരൂഹമായിരിക്കുന്നത്. അതെന്തായാലും ജസ്റ്റിസ് കെ ടി കമ്മീഷന്റെ ഏതായാലും ആ ഒരു അന്വേഷണവും SITയുടെ പരിധിയിൽ ഉൾപ്പെടെ വരും. സ്മാർട്ട് ക്രിയേഷൻസും സന്നിധാനത്തേക്ക് എത്തേണ്ടി വരും. അവരുടെ പ്രതിനിധിയെ സന്നിധാനത്തേക്ക് എത്തിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു മൊഴിയെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിനീത, ശരി. പ്രവീൺ പുരുഷോത്തമനാണ് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സന്നിധാനത്ത്.